അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇടപ്പള്ളി ലുലുവിലുള്ള മക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മക്ഡൊണാൾഡ്സിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഓഫേഴ്സൊക്കെ റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ ഓഫേഴ്സ് അതിനകത്ത് കാണാൻ പറ്റും, കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു വെജിറ്റബിൾ ബർഗറും അതിൻ്റെ കൂടെ നമ്മളൊരു കോക്കും കൂടെ ആയിരുന്നു. ഇത് ജസ്റ്റ് 69 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ രണ്ട് സംഭവത്തിനും കൂടെ 69 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ ബർഗറിനകത്ത് വരുന്നത് ഒരു വെജിറ്റബിൾ പാറ്റി വരുന്നുണ്ട്, പിന്നെ നമ്മുടെ മയണൈസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഓവറായിട്ടൊന്നും അതിനകത്തില്ല, നമുക്ക് ഇത്ര റേറ്റല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കുമല്ലോ. അത്യാവശ്യം നമ്മുടെ വിശപ്പൊക്കെ മാറാനായിട്ടുള്ള ഒരു ബർഗറാണത്. അപ്പം നമ്മുടെ വെജിറ്റബിൾ ബർഗറും നമ്മുടെ കോക്കും കൂടെ ഞാൻ കഴിച്ചു നോക്കി. അത്യാവശ്യം നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആപ്പിൽ ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് വേറൊരു സംഭവം കണ്ടത്. അതായത് നമ്മുടെ 100 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യാൻ, അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മക്ക് ആലു ടിക്കി ബർഗർ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു മീൽ തന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ അതിൽ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബർഗറും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോക്കും പിന്നെ ഫ്രൈസും വരുന്ന ഒരു മീലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് ഈ മക്ക് ആലു ടിക്കി ബർഗർ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് എന്ത് സംഭവം ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കിനും ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തെങ്കിലും ഇത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഈ ബർഗറിനകത്ത് നമ്മുടെ കുറച്ചും കൂടെയും അലങ്കാര പണികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു ചിക്കൻ പാറ്റി വരുന്നുണ്ടായിരുന്നു, പിന്നെ മയണൈസും പിന്നെ നമ്മുടെ ലെറ്റൂസ്, ഒനിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ചൂടോടായിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയിട്ട് പിന്നെ അത് വേഗം തന്നെ കഴിച്ചു തീർത്തു. വെജിറ്റബിൾ ബർഗർ കുഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബർഗർ കുറച്ചും കൂടെ വലുതായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ ഫ്രൈസ് ആയിരുന്നു. ഫ്രൈസ് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈസും കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഞാൻ കഴിച്ച് നോക്കി. പിന്നെ നമ്മുടെ കോക്ക്, നമ്മുടെ ഒരു ഫുൾ ഗ്ലാസ് നല്ല ചിൽഡായിട്ടുള്ള കോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കുടിച്ച് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ബർഗർ നമ്മൾ പാഴ്സലും വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ബാക്കി ബർഗറൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന കുറേ ഓഫേഴ്സ് ഉണ്ട് മക്ഡൊണാൾഡ്സിൽ. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ലുലുവിലൊക്കെ വരുന്നവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. 69 99 റുപ്പീസിലൊക്കെ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ കോമ്പോസ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കുഞ്ഞു പർച്ചേസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ നമ്മൾ കയറി അത്യാവശ്യം ചെറിയ ചെറിയ പർച്ചേസൊക്കെ നടത്തി. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു, കുറച്ച് സമയമൊക്കെ പോയി. നമുക്കിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴല്ലേ ചെറിയ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മുടെ മെട്രോയുടെ എൻട്രൻസ് വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെട്രോയുടെ എൻട്രൻസിൻ്റെ താഴെ നമുക്കൊരു കുഞ്ഞു കടയുണ്ട്. അവിടെ നമുക്ക് ജ്യൂസ്, ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടെ നിന്ന് ഞാനൊരു ചെറിയൊരു പൈനാപ്പിൾ ജ്യൂസും കൂടെ വാങ്ങിച്ച് അതും കൂടെ കുടിച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.